ഹായ്, നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വരുന്നൊരു പ്യുവർ ജോർജറ്റ് കളക്ഷൻസ് ആണ്. എല്ലാ ദിവസവും കാണുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് കാണുന്നത്. കളർഫുൾ ഷെയ്ഡ്സ് ആണ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഈ കളറൊക്കെ എപ്പോഴും വീഡിയോയിൽ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. നല്ലൊരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. പീച്ച് ഓറഞ്ച് എന്ന് പറയത്തില്ല, നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു കളറല്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പീച്ചിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും ഒരു ഡിഫറെൻ്റ് ആണ്. ഹെവി ആയിട്ട് യോക്കൽ ഹാൻഡ് വർക്ക്, ബാക്കി പോർഷൻസ് ഇതുപോലെ ഒരു സ്റ്റാർ പോലത്തെ ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത്. അടുത്തത് ഒരു പിങ്ക് ബേസ് ആയിട്ടുള്ള കളറ്. ഇത് ചിലപ്പം ബ്ലൂ ആയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുക, അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ട്. ഇത് നമ്മുടെ ടോക്കിസ് ഗ്രീൻ ആണ്. നോർമലി ടോക്കിസ് ബ്ലൂ കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രീൻ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു ടോക്കിസ് ഗ്രീൻ കളറുണ്ട്, പിന്നെ ഒരു ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ബേസ് കളർ. ഇത് എപ്പോഴും കളർ വീഡിയോയിൽ വരുമ്പോൾ കളർ ചേഞ്ച് വരുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ്. എല്ലാം നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ്. ഇതേപോലെയാണ് ഹാൻഡ് വർക്ക്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. നല്ലൊരു ഡീപ്പ് യെല്ലോ, നല്ല കളർഫുൾ ഷെയ്ഡ്. യോക്ക് പോർഷൻ ഇതുപോലെ നല്ല ഹെവി ആയിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്യുന്നത്. ഒരു ലക്നവി ഹാൻഡ് വർക്ക് പാറ്റേൺ. ബാക്കി പോർഷൻസിൽ വരുമ്പോൾ ഒരു പാനൽ പാറ്റേൺ ഉണ്ട്, സ്റ്റാർ സ്റ്റൈലിലുമാണ് ബാട്ടിക് പ്രിന്റ്സ് വരുന്നത്. വലിയ വലുപ്പമുള്ള ചെറിയതാണ്. ബാക്കിൽ ഫ്ലോറൽ സ്റ്റൈലിലുമാണ് ബാട്ടിക് പ്രിന്റ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബാട്ടിക് പ്രിന്റഡ് ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരും എൻ്റെ ടോപ്പ്. ഇതാണ് ദുപ്പട്ട. നല്ല ക്യൂട്ട് ഡിസൈനാണ്. ബാട്ടിക് പ്രിന്റിൽ പല ടൈപ്പ് പാറ്റേൺസ് വരും. ഇത് നല്ല ക്യൂട്ടായിട്ട് ചെറിയ ബാട്ടിക് പ്രിന്റഡ് ആണ്. ഇതാണ് അതിൻ്റെ ലുക്ക് വരിക. ടോപ്പ് ദുപ്പട്ട ബോട്ടം എല്ലാം ഒരേ കളർ ഷെയ്ഡ്സ്. ടോപ്പ് ആൻഡ് ദുപ്പട്ട ഒരേ ഫാബ്രിക്കിലും, ബോട്ടം വന്നിട്ട് സാൻഡൂണുമാണ്. അപ്പോൾ എന്നെ പറയേണ്ട കാര്യമില്ല, കംപ്ലീറ്റ്ലി കളർ ചേഞ്ച് ആയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇതൊരു ടോക്കിസ് ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാലും ചെറിയൊരു ബ്ലൂവിൻ്റെ മിക്സ് ഉള്ള ഒരു ടോക്കിസ് ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന കളർ ടോണല്ല, അതിൽ കുറച്ചുകൂടെ ബ്ലൂ ഹൈലൈറ്റഡ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ ഗ്രീൻ ഹൈലൈറ്റഡ് ആണ് നേരിട്ട് കാണുമ്പോൾ. ഇതാണ് എൻ്റെ ലുക്ക്. അപ്പം ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്. ബോട്ടം സാൻഡൂൺ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ല, പ്യുവർ ഷാൻഡോൺ. അതിലും ബാട്ടിക് പ്രിന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. 1540 പ്രൈസ് വന്നേക്കാം. ഇതിലേക്ക് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പീച്ച് വേരിയൻ്റ് കേട്ടോ. എപ്പോഴും കാണുന്ന പീച്ച് വേരിയൻ്റ് അല്ല, അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ബാക്ക് പാനലിൽ വരുന്ന ബാട്ടിക് പ്രിന്റ്, ഒരു ഫ്ലോറൽ സ്റ്റൈലും. ഫ്രണ്ടിൽ വരുമ്പം കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടി ഒരു സ്ലിം ഫിറ്റ് കിടക്കും. അതായത് ഈ ഒരു പാനൽ പാറ്റേൺ കൊടുക്കുമ്പം കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിരിക്കും. യോക്ക് പ്ലെയിൻ ആക്കിയിട്ട് അതിൽ ഫുള്ളും ഹാൻഡ് വർക്കും, ബാക്കി പോർഷൻസിൽ ബാട്ടിക് പ്രിന്റ് ആണ്. ഈ സ്ലിറ്റ് വരുന്ന പോർഷൻസിൻ്റെ അവിടെയായിട്ട് ഈ ഒരു പാനൽ സ്റ്റൈൽ വരുന്നുണ്ട്. പിന്നെയും ചെറിയ ബാട്ടിക് പ്രിന്റ് ആണ് വന്നേക്കുക. ആണ് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. നല്ല എല്ലാവർക്കും ചേരുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുക. സോ അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടം വന്നേക്കുക. സെയിം കളർ ഷെയ്ഡിൽ പ്യുവർ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടത്തിൽ ഈ ഒരു ബാട്ടിക് പ്രിന്റ് ആണ്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ. നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യൂട്ടായിട്ട് നിൽക്കുന്ന പിങ്ക്. എല്ലാം കളർഫുൾ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നതെല്ലാം. എപ്പോഴും കാണുന്ന റിപ്പീറ്റഡ് കളേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എല്ലാ ഷെയ്ഡ്സ്. ഇപ്പം കൂടുതലും റിപ്പീറ്റ്ലി എപ്പോഴും ഇപ്പോൾ ഈ കാറ്റലോഗിൽ നിങ്ങൾ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു യെല്ലോ ബേസ് ആണ്. ആ യെല്ലോ നമ്മൾ നോർമലി കാണുന്നതും ഡിഫറെൻ്റ് ആണ്. ഒരു ഡീപ്പ് യെല്ലോ ഷെയ്ഡാണ്. നല്ല കളർഫുൾ ആയിട്ട് നിൽക്കും. ഭയങ്കര ഇടിവെട്ടായിട്ടല്ല, എന്നാൽ നമുക്ക് അതായത് ഏത് സ്കിൻ ടോൺ ആണെങ്കിലും കുറച്ചും കൂടെ നമ്മളെ ഒരു ഇച്ചിരി കൂടെ തെളിച്ച് നമ്മുടെ മുഖത്താണെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പിനൊക്കെ ആണെങ്കിലും ഒരു തെളിച്ചം തോന്നുന്നു. അങ്ങനത്തെ കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം വന്നേക്കുക. 1540 പ്രൈസ് വന്നേക്കുക. താങ്ക് യു.